നമസ്കാരം. ഗതാഗത വകുപ്പ് മന്ത്രി കെ ഗണേഷ് കുമാറിനോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും. ചില ടാക്സി ഡ്രൈവേഴ്സിനാണ് അത് ബോധ്യമായിരിക്കുന്നത്. ഡബിൾ ഡക്കർ ബസ് സർവീസ് ഉദ്ഘാടനത്തിനെത്തിയ ഗണേഷ് കുമാറിനെ തടഞ്ഞ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് കിട്ടിയത് 8ന്റെ പണിയാണ്. മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ കണ്ടെത്തിയത് നിയമലംഘനങ്ങളുടെ നീണ്ട നിരയാണ്. കഴിഞ്ഞ 10 ദിവസമായി മൂന്നാർ മേഖലയിൽ നടത്തിയ പരിശോധനയിൽ 848 കേസുകളിലായി 20,55,750 രൂപയാണ് പിഴ ഈടാക്കിയത്. വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും പ്രദേശത്തെ ഓട്ടോ ടാക്സി സ്വകാര്യ വാഹനങ്ങൾ എന്നിവയും പരിശോധിച്ചു. കടുത്ത നിയമലംഘനം കണ്ടെത്തിയ 41 വാഹനങ്ങളും MVD പിടിച്ചെടുത്തു. ഗതാഗത മന്ത്രി കെ ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു പരിശോധന നടത്തിയത്. മൂന്നാറിൽ വിനോദസഞ്ചാരികൾക്കായി KSRTC നടത്തുന്ന ഡബിൾ ഡക്കർ ബസ്, ഉല്ലാസയാത്ര എന്നീ സർവീസുകൾ നിർത്തിവെക്കണമെന്നും ഓൺലൈൻ ടാക്സി പ്രദേശത്ത് അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ട് ഒരു വിഭാഗം ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഡബിൾ ഡക്കർ ബസ് സർവീസ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രിക്ക് നേരെ ഇവർ കരിങ്കൊടി വീശുകയും ചെയ്തു. ഇതേ തുടർന്ന് പ്രദേശത്തെ വാഹനങ്ങളുടെ രേഖകൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പരിശോധനയ്ക്കിടെ ഒരു വിഭാഗം ഡ്രൈവർമാർ ബുധനാഴ്ച മോട്ടോർ വാഹന വകുപ്പിന്റെ കാർ തടഞ്ഞ് പ്രതിഷേധിച്ചിരുന്നു. ഇതോടെ പരിശോധന നിർത്തിവെക്കും എന്ന രീതിയിൽ വാർത്തകളും പ്രചരിച്ചിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ ശക്തമായി പരിശോധന തുടർന്നു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നു. ഇതുവരെ നടത്തിയ പരിശോധനയിൽ പിഴ ചുമത്തിയ നിയമലംഘനങ്ങൾ ഇവയൊക്കെയാണ്: നികുതി അടയ്ക്കാതെ 109 വാഹനങ്ങൾ, ഇൻഷുറൻസ് ഇല്ലാത്ത 102 വാഹനങ്ങൾ, ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച 30 പേർ, അമിതമായി ആളെ കയറ്റിയ വാഹനങ്ങളുടെ എണ്ണം 13, മീറ്റർ ഇല്ലാത്ത ഓട്ടോറിക്ഷകൾ 75 എണ്ണം, നികുതി അടയ്ക്കാതെ ഇതര സംസ്ഥാന വാഹനങ്ങൾ 2 എണ്ണം, ഗതാഗതം തടസ്സപ്പെടുത്തി പാർക്ക് ചെയ്ത വാഹനങ്ങൾ 2 എണ്ണം, അനുവദനീയമായതിലും കൂടുതൽ ലൈറ്റുകൾ ഘടിപ്പിച്ചവ 14 എണ്ണം, രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ 67 എണ്ണം, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത 60 വാഹനം, മറ്റു നിയമലംഘനങ്ങൾ നടത്തിയ 433 പേർ. എന്തായാലും പണി പാളിയ അവസ്ഥയിലാണ് ഒരു വിഭാഗം ഡ്രൈവർമാർ. അതേസമയം മൂന്നാറിൽ KSRTC ആരംഭിച്ച റോയൽ വ്യൂ ഡബിൾ ഡക്കർ ബസ് സർവീസ് ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. സർവീസ് ആരംഭിച്ച് വെറും 10 ദിവസത്തിനുള്ളിൽ 869 പേരാണ് ബസ്സിൽ യാത്ര ചെയ്തത്. 2,99,200 രൂപയാണ് ഇതുവരെ ലഭിച്ച വരുമാനം. യാത്രക്കാർക്ക് പുറം കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ പൂർണ്ണമായും സുതാര്യമായ പാർശ്വഭാഗങ്ങളോടെയാണ് ബസ് സജ്ജീകരിച്ചിരിക്കുന്നത്. ലോവർ സീറ്റിൽ 12 ഇരിപ്പിടങ്ങളാണുള്ളത്. അപ്പർ സീറ്റിൽ 38 പേർക്ക് യാത്ര ചെയ്യാം. ഒരു ട്രിപ്പിൽ പരമാവധി 50 പേർക്ക് യാത്ര ചെയ്യാനാകും. ലോവർ സീറ്റ് യാത്രയ്ക്ക് 200 രൂപയും അപ്പർ സീറ്റിന് 400 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. 3 മണിക്കൂറാണ് ഓരോ ട്രിപ്പിന്റെയും സമയദൈർഘ്യം. മൂന്നാർ KSRTC ഡിപ്പോയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ലോക്ക്ഹാർട്ട് വ്യൂ പോയിന്റ്, പെരിയകനാൽ വെള്ളച്ചാട്ടം, ആനയിറങ്കൽ ഡാം എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കും.